കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര വിഷയത്തിലും കുഴങ്ങിയ ബംഗ്ലാദേശിലെ കാലാവസ്ഥയും ചതിച്ചിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം കടുത്ത ചൂട് അനുഭവിക്കുന്ന ബംഗ്ലാദേശിൽ പവർ കട്ട് നിത്യസംഭവമാകുന്നു. ജനം ഉരുകിയൊലിക്കുന്നു. ഒപ്പം കറണ്ടില്ലാത്ത സ്ഥിതി വന്നതോടുകൂടി അദാനി ഗ്രൂപ്പിന് ബംഗ്ലാദേശ് നൽകാനുള്ള മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദാനി ഗ്രൂപ്പായിരുന്നു ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. ബംഗ്ലാദേശ് പവർ ഡെവലപ്മെൻറ്റ് ബോർഡ് ചെയർമാൻ റസൂൽ കരീം അറിയിച്ചത് മുഴുവൻ കുടിശ്ശികയും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് തുക മാത്രമാണ് നൽകാൻ ഉള്ളത് എന്ന് മാത്രമാണ്. ഏതായാലും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അദാനിയുടെ ഗ്രൂപ്പ് നൽകുന്ന വൈദ്യുതിയിൽ ഒരു വലിയ രീതിയിൽ തന്നെയുള്ള വെട്ടിക്കുറകൾ നടത്തിയിരുന്നു. അതുകൂടെ കൊണ്ടാണ് ബംഗ്ലാദേശ് കൂടുതൽ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. ഏതായാലും 2017 ഈ കരാർ ഒപ്പിട്ടത്. ബംഗ്ലാദേശ് സർക്കാരുമായി തന്നെ ഒപ്പിട്ട ഒരു കരാറാണ്. 25 വർഷത്തേക്ക് വൈദ്യുതി നൽകാനുള്ളൊരു കരാറായിരുന്നു. ജാർഖണ്ഡിലെ പ്ലാന്റിൽ നിന്നാണ് ഈ വൈദ്യുതി എത്തിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശ് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉരുകി ഒലിച്ചു തുടങ്ങിയപ്പോഴേക്കും കുടിശ്ശിക തീർത്തിരുന്നു. നേരത്തെ ബംഗ്ലാദേശിലെ പുതിയ യുനെസ് ഇടക്കാല സർക്കാർ പറഞ്ഞത് ഈ അദാനിയുമായിട്ടുള്ള കരാർ പരിശോധിക്കും, തുക നൽകാനാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ തുക നൽകിയിരിക്കുന്നു. ഇതോടുകൂടി തന്നെ അദാനിയുടെ ഓഹരി വിപണിയിലും വലിയ ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അദാനി പവർ ഓഹരികളിൽ വലിയ മുന്നേറ്റം നടത്താനും കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.